ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹരിപ്രിയ കാർത്തിക്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് പോണു. അങ്ങനെ നാട്ടിലൊക്കെ പോയി വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നാട്ടിൽ പോയപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുക്കണം, ഷോർട്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അതായത് സദ്യയുടെ കറികൾ കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, പുട്ട്, ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ പോയത് ജനുവരി 29-നാണ് നമ്മൾ എത്തിയത്. തിരിച്ച് നമ്മൾ ഫെബ്രുവരി 25. ഓൾമോസ്റ്റ് 1 മന്ത് ഇല്ല, എന്നാലും നിയർലി 1 മന്ത് നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പോണ സമയത്ത് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു ഈ വക കാര്യങ്ങൾ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. അതുപോലെ തന്നെ നമുക്ക് ഉത്സവം ഉണ്ടായിരുന്നു കാർത്തിക വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ. അപ്പോൾ അത് നമുക്ക് കൂടാൻ പറ്റി. 3 വർഷമായി ഞാൻ ആ ഒരു ഉത്സവം കൂടിയിട്ട്. കാർത്തി 4 വർഷമായി. ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മെയിൻ. ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുകയായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും പിന്നെ പോയില്ല. ആ ഒരു ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് വീട്ടുകാരുടെ ഒക്കെ കൂടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അമ്മ വിചാരിച്ചില്ല ഈ ഒരു ടൈമിൽ ഞാൻ പോകുന്നുള്ളത്. ഇപ്പോൾ ചെറിയൊരു ബേബി ബമ്പൊക്കെ വന്നു. ഇപ്പോൾ 6th മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാട്ടിൽ പോയി വന്നതുകൊണ്ട് തന്നെ ഫുഡിനോടൊന്നും അത്ര ഒരു ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് 3 മാർച്ചാണ്. ഇന്ന് നമ്മൾ അനോമലി സ്കാനിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. കാരണം തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊന്നും അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. നമുക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നത് 3 മണിക്കാണ്. അപ്പോഴത്തേക്കും പോയാൽ മതി. അപ്പോൾ പയ്യെ റിലാക്സ് ചെയ്ത് റെഡിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്കാനിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേബിയുടെ ജെൻഡർ ഓൾസോ കൺഫേം ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് നമുക്ക് അറിഞ്ഞിരിക്കാം എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ എൻഡിൽ കാണാം. പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ ഒരു മെയിൻ കാര്യമാണ് മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എഗ്ഗ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് തന്നെയാണ് കാർത്തിക്ക് ബുൾസേ പോലെ കൊടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറുള്ളൂ. ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോസ്റ്ററിൽ വെച്ചിട്ട് കോഫി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഓട്ട് മിൽക്കാണ് യൂസ് ചെയ്തത്. കാരണം ഇവിടെ ഇന്നിപ്പോൾ നോർമൽ മിൽക്ക് തീർന്നു പോയിക്കാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഓട്ട് മിൽക്കും കാർത്തിക്ക് നോർമൽ മിൽക്കായിരുന്നു യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടോ. ഇനി സിമ്പിൾ പരിപാടിയാണ്. ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് നമ്മൾ അവക്കാഡോ നേരത്തെ റെഡിയാക്കി സ്മാഷൊക്കെ ചെയ്ത് ഉപ്പും പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടാണ് നമ്മൾ സ്മാഷ് ചെയ്തെടുത്തത്. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. അതിൻ്റെ ടോപ്പിൽ നമ്മുടെ എഗ്ഗ് വയ്ക്കുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിളാണ് ഭയങ്കര, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതാണ് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് കോഫിയും കൂടിയുണ്ട്. വെള്ളം അങ്ങനെ സ്കാനിങ്ങിന് പോകുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇടാനൊക്കെ ഇഷ്ടം ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഭയങ്കര ലൂസായിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇങ്ങനത്തെ ടീഷർട്ട്സാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് നടക്കാം, ഭയങ്കര ലൂസായിരിക്കും. ഇത് ആക്ച്വലി കാർത്തിയുടെ ടീഷർട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഹെയറിൽ ഞാൻ കുറച്ച് സെറമൊക്കെ ഇട്ട് നമ്മൾ റെഡിയൊക്കെ ആയി. പുറത്തിപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തണുപ്പുണ്ട് കേട്ടോ. എന്നാലും ഈ ഒരു ബ്രൈറ്റ് ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിൻ്ററിൽ ഇങ്ങനെ കുറച്ച് ക്ലൗഡി ആയിട്ട് കിടക്കണേക്കാളും കുറച്ചും കൂടി കാണാനൊക്കെ ഒരു രസം ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്.
നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഫൈൻ ഡയഗ്നോസ്റ്റിക് സ്കാൻ അല്ലെങ്കിൽ അനോമലി സ്കാൻ. എന്താ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ, കാരണം നമ്മൾ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിൻ വരുന്ന സ്റ്റേഷൻ്റെ അവിടെ ഉള്ളൂ, ഏകദേശം ഒരു 2 സ്റ്റോപ്സ് ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു സ്റ്റോപ്സ് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ കയറി. നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്കാനിങ്ങിന് പോകാമെന്ന്. കാരണം നാട്ടിൽ വെച്ച് അനോമലി സ്കാൻ ചെയ്തപ്പോൾ ഫുഡ് കഴിച്ചപ്പോഴാണ് നമ്മുടെ കുഞ്ഞു വാവ ജസ്റ്റ് നമുക്ക് പറ്റിയ ഒരു പൊസിഷനിൽ കിടന്നൊക്കെ തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാണ്ടിരിക്കേണ്ട, എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കയറാം, എന്തായാലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയത് ആ ഒരു മെയിൻ റീസൺ കൊണ്ട് തന്നെയാണ് കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഇതേ അനോമലി സ്കാനിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ നമുക്ക് അനോമലി സ്കാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഞാനും കാർത്തിയും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ബേബിയുടെ ജെൻഡർ അറിയാൻ വേണ്ടിയിട്ടോ. നേരത്തെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഒരു ജെൻഡർ റിവീൽ പാർട്ടിയൊക്കെ നടത്താമെന്ന്. പക്ഷെ നാട്ടിൽ പോയ സമയത്തായിരുന്നു നമുക്ക് ഈ ഒരു ജെൻഡർ റിവീൽ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 11th of February ആയിരുന്നു. ആക്ച്വലി അപ്പം നമ്മൾ നാട്ടിലായതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് വന്നിട്ട് വീണ്ടും ഡിലേ ആവില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡോക്ടറിനോട് തന്നെ ഞങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. ഇനി ഒരു ജെൻഡർ റിവീൽ പാർട്ടി വരെ വെയിറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട്, ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഡിസൈഡ് ചെയ്തത്. അങ്ങനെ അവിടെ പോയിട്ട് ബേബിയുടെ ബാക്ക് ഹെഡ് പൊസിഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പോയി നടന്നിട്ടും വെള്ളമൊക്കെ കുടിച്ചിട്ടും വരാൻ പറഞ്ഞു. ഈ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു സ്കാനിങ് സെൻറ്ററിൽ നമുക്ക് വീഡിയോ അലോ ആയിരുന്നില്ല ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്ലി എപ്പോഴും കാണുന്ന ഡോക്ടറിൻ്റെ അടുത്ത് അവിടെ വീഡിയോ അലോ ആയിരുന്നു. ആ ഒരു ഡോക്ടർ നമ്മുടെ ബേബിയുടെ ജെൻഡർ റിവീൽ ചെയ്യുന്ന ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് കാര്യം. ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ കണ്ട് നല്ല അങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് തിരിച്ച് വരുന്ന വഴി ഗ്രോസറീസൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് എൻഡിങ് ആയിട്ട് ഞാനൊന്നും പറയുന്ന ഒരു വീഡിയോ ഇല്ല. എന്നാൽ പിന്നെ വിചാരിച്ചു അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ആ ഒരു എൻഡിങ് പറഞ്ഞിട്ട് നിർത്താമെന്ന് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ അനോമലി സ്കാൻ കഴിഞ്ഞു, നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം നാട്ടിൽ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ പോയ സമയം ഈ ഒരു അനോമലി സ്കാൻ ചെയ്യാൻ പറ്റിയ സമയമായതുകൊണ്ടാണ് നമ്മൾ നാട്ടിലും ചെയ്ത് നോക്കിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ 3rd മാർച്ചിനായിരുന്നു നമ്മുടെ അനോമലി സ്കാൻ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ജെൻഡർ ഓൾസോ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ മന്ത്ലി നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെയാണല്ലോ കാണുന്നത്, ഒരു ക്ലിനിക്കിലാണ് കാണുന്നത്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മൾ കാണുന്ന ഒരു ഹോസ്പിറ്റൽ. പിന്നെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പുറത്ത് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ പോയത്. ആക്ച്വലി എൻ്റെ ഡോക്ടർ ഓൾസോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് തോന്നുന്നു ഇതാണ് ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫേം ചെയ്തല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതിപ്പോൾ അനോമലി സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഡോക്ടർ കൺഫേം ആക്കിയിട്ട് നമ്മളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. അനോമലി സ്കാനിൻ്റെ ആ ഒരു സമയത്ത് ഡോക്ടർ കൺഫേം ചെയ്ത് പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ജെൻഡർ അറിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജെൻഡർ റിവീൽ പാർട്ടി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നടത്തണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ പോയ സമയത്തായിരുന്നു നമ്മൾ നോർമലി ജെൻഡർ അറിയുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോഴത്തേക്കും ജെൻഡർ അറിയാനുള്ള ആരായാലും നമുക്ക് കുഴപ്പമില്ല, എന്നാലും നമുക്കൊരു ആഗ്രഹമുണ്ടല്ലോ, അറിഞ്ഞിരിക്കാം എന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതറിയാനുള്ളൊരു ഇത് കൊണ്ട് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് റിവീൽ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ജെൻഡർ കൺഫേം ചെയ്തത്.
അങ്ങനെ അതൊക്കെ അറിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കൊരു കുഞ്ഞി ഗേൾ ബേബിയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെയും അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.